സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ മാധ്യമങ്ങൾ കാണുന്നു. അതിന്റെ തത്സമയം റവന്യൂ വകുപ്പ് അന്വേഷിച്ചത് റവന്യൂ വകുപ്പിനകത്ത് ഇന്റേണലായി അറിയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ്. അവിടെ അതിന്റെ ഭാഗമായി രേഖകൾ പരിശോധിക്കുന്നതോടൊപ്പം പലരുമായും സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോയ ഒരു റവന്യൂ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ കണ്ടു കാണും. അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തുന്ന ക്രൈം അന്വേഷണം നടത്തുന്ന പോലീസിന് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം എന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം. പോലീസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏതായാലും അവർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. വേണമെങ്കിൽ ഈ കാര്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥയെ തന്നെ അവർക്ക് ചോദ്യം ചെയ്യാം. ഇങ്ങനെ ഒരുപാട് അവസരങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതെല്ലാം ചെയ്യേണ്ടത് ക്രൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സംഭവത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഗൗരവമായി അന്വേഷിക്കുന്ന ഇപ്പോൾ പോലീസാണ്. പിന്നെ കോടതിയിലും മുമ്പാകെയും പോലീസിന്റെ അന്വേഷണത്തിൽ നിൽക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രസ്താവനയും ഇപ്പോൾ നടത്താനില്ല. ഈ റിപ്പോർട്ട് നേരത്തെ വന്നതാണ്. അത് റവന്യൂ വകുപ്പ് മന്ത്രി കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് അത് കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് കണ്ട് ഫയൽ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്റേണലായി നടത്തിയ അന്വേഷണങ്ങളിൽ അവർ കണ്ടെത്തിയ അന്വേഷണങ്ങളിൽ പ്രത്യേകമായി ഒരു പുതിയ കാര്യവും കൂട്ടിച്ചേർക്കാനില്ല. അവരുടെ അന്വേഷണം പൊതുവായി അംഗീകരിച്ച് ഈ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കാനും മറ്റുള്ള അന്വേഷണമെല്ലാം ക്രൈം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന് വിടാനും തന്നെയാണ് നമ്മൾ പൊതുവായി തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യങ്ങളിലൊന്നും റവന്യൂ വകുപ്പിന് അന്വേഷിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗമായി നേരത്തെ ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റങ്ങൾ അന്വേഷിച്ച് പരിചയം പോലും ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥയ്ക്കും അന്വേഷിക്കാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഗൂഢാലോചനയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അതെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. അവരന്വേഷിച്ച് വിശദാംശങ്ങൾ ലഭ്യമാകട്ടെ, അത് കൃത്യതയോടുകൂടി പോകും. അതല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഏത് വിധത്തിലാണെന്ന് തീരുമാനിക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് കൂടിയാണ്. ആ ഘട്ടമാകട്ടെ. കോടതിയിലും ക്രൈമിലും ഇരിക്കുന്ന അന്വേഷണത്തിലും ഇരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അതിനേക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് ഒരു മന്ത്രിക്ക് അഭിപ്രായം രേഖപ്പെടുത്താനാകില്ല എന്ന് നിങ്ങൾക്കെല്ലാം അല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ആ ഉദ്യോഗസ്ഥയെ വേണമെങ്കിൽ അവരന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അധികാരമുണ്ട്. ആ റിപ്പോർട്ടുകൾ പൂർണ്ണമായും പരിശോധിക്കാനും ആ ഏജൻസിക്ക് അധികാരമുണ്ട്. ആ ഏജൻസിയെ എന്താണോ ഏൽപ്പിച്ചത് അത് മാത്രമേ ഒരു ഫൈൻഡിംഗ് ആയി കണ്ടെത്താൻ പറ്റൂ. അത് നിയമത്തിന്റെ ഭാഗമാണ്. അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഇവരെയൊക്കെ പോലീസും അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. അതിന്റെ ഫൈൻഡിങ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പോലീസ് അങ്ങനെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിയില്ല എന്ന് പറയാൻ നമുക്ക് ഇപ്പൊ എങ്ങനെയാ കഴിയുക? അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇവർ കണ്ട കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പോലീസും കണ്ടു കാണും. അതിൽ തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് ആ റിപ്പോർട്ട് കൂടി വന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ ഏൽപ്പിച്ച ചുമതല അവർ നിർവഹിച്ച് അവരതിന്റെ കൺക്ലൂഷൻ തന്നു. സർക്കാർ പരിശോധിക്കുക കൺക്ലൂഷനാണ്. കൺക്ലൂഷനിൽ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് രേഖകളിലെ ഡിലേയോ അതുപോലെ തന്നെ പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏതെങ്കിലും വീഴ്ചയോ പറ്റതായി കണ്ടിട്ടില്ല. അതാണ് നമ്മൾ അംഗീകരിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി നടത്തിയ അവരുടെ അന്വേഷണത്തിന്റെ അതേ ആളുകളെ തന്നെ സ്വാഭാവികമായിട്ടും ക്രൈം അന്വേഷിക്കുന്ന ഏജൻസി പരിശോധിച്ച് കാണും. അവര് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പോലീസിന്റെ പിന്നെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങേപോലെ ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരാളോട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അവർ നടത്തിയൊരു അഭിപ്രായത്തെക്കുറിച്ച് ഒരു പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അതിന്റെ റിപ്പോർട്ട് വരാതിരിക്കുമ്പോൾ കോടതി തന്നെ ആ കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊരു മന്ത്രിക്ക് പറയാനാകും? ഒരു സർക്കാരിൽ നിൽക്കുന്ന ഒരു മന്ത്രിക്ക് പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനാകില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് റവന്യൂ അല്ലല്ലോ, ബന്ധപ്പെട്ട പോലീസ് അന്വേഷിക്കട്ടെ. അപ്പൊ മനസ്സിലാകും. നിങ്ങൾ പറഞ്ഞ മറുപടി എന്റെ നാവിൽ നിന്ന് തന്നെ കിട്ടണം എന്നുള്ളത് പ്രയാസമാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒരു ചോദ്യം ഇവിടെ വന്നു. അങ്ങ് റിപ്പോർട്ട് പൂർണ്ണമായിട്ടും വായിച്ചോ? ഇല്ല, ചില ഭാഗങ്ങളല്ലേ വായിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് ആർക്കാണ് വീഴ്ചയെന്ന് അന്വേഷിക്കാനുള്ള ഏർപ്പാട് നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട്. ഇത്തിരി വൈകി തോന്നുന്നു വരാൻ. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു,
അത് അന്വേഷിക്കാൻ ഒരു ഏജൻസി ഉണ്ട്. റവന്യൂ അന്വേഷിച്ചത് ഈ പറയപ്പെടുന്ന ആകാശത്തിലുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ രേഖകൾ പരിശോധിച്ച് അതിലൊരു കുറ്റം കണ്ടിട്ടുണ്ടോ, അതില്ല എന്നാണ്. ബാക്കി കാര്യങ്ങൾ പോലീസ് നിശ്ചയിക്കട്ടെ. പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, വിജിലൻസിന് പരാതി കൊടുത്തു എന്നൊക്കെ ഈ പ്രശാന്തൻ എന്ന് പറയുന്ന അപേക്ഷകൻ പറഞ്ഞതായിട്ടുള്ള, പക്ഷെ അതിനകത്ത് റിപ്പോർട്ടിനകത്ത് പറയുന്നത് അയാളുടെ മൊഴി തന്നെ പറയുന്നത് ഇത് ഔദ്യോഗികമായി ഒരിടത്തും കൊടുത്ത പരാതിയല്ല, ഇത് പകരം മറ്റൊരു വ്യക്തിക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്ത പരാതി എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നവീൻ ബാബുവിൽ ഇത്ര നാൾ ദൂഷിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസി പരിശോധിച്ചിട്ടുണ്ടാവും. ആ ഏജൻസി പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇനി അതുകൂടി വരുമ്പോൾ ഒന്ന് കൂട്ടിവെച്ച് കമ്പാരിസൺ നടത്തി നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ സംസാരില്ല. പോലീസ് അന്വേഷണം വരുമ്പോൾ നവീൻ ബാബുവിന്റെ ഫാമിലിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ നിൽക്കേണ്ടത് ആ വിശ്വാസത്തിലല്ലേ. അല്ലാത്ത പക്ഷം വരട്ടെ, അപ്പൊ നോക്കാം. ഇപ്പോ ആ വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് എന്നോട് ചോദിക്കാൻ അറിയില്ല, അത് രേഖകൾ നോക്കേണ്ടി വരും. എന്നോടല്ല ചോദിക്കുക. അത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്നോടല്ല ചോദിക്കുക. എനിക്കറിയില്ല അതിന്റെ വിശദാംശം. നമ്മൾ കണ്ടുപോകുക എന്നല്ലാതെ അതിന്റെ ഔദ്യോഗിക സംവിധാനം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാവുള്ളൂ. ഇത് ഇത്രേ ഉള്ളൂ ഈ കാര്യത്തിൽ. ശരി. മറ്റൊരു കാര്യം കൂടി, ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾ ഇപ്പോഴും പുനരധിവാസ പട്ടികയിലില്ല. വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാനദണ്ഡങ്ങളിൽ ആർക്കും തർക്കമില്ല. അതായത് ഫസ്റ്റ് ഫേസിൽ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.